അപ്പോൾ അത് രാവിലെ തന്നെ ബിബി ഹൗസിൽ അടി തുടങ്ങിയിട്ടുണ്ട്. അനീഷിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല. അനീഷിന് സുപ്രഭാതം പറയുന്നതാണ് ഇഷ്ടം. അതാണ് അടിക്കുള്ള കാരണം. ഈ അനീഷ് ഒരു നല്ലൊരു എന്റർടൈനർ ആണ് കേട്ടോ. കാരണം ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കാൻ അനീഷ് നോക്കുന്നുണ്ട്. കാരണം ഒരുപാട് സക്സസ് ആവുന്നില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ സക്സസ് ആവുന്നുണ്ട്. ഈ കറങ്ങിത്തിരിഞ്ഞ് വരിക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ചില കാര്യങ്ങളൊക്കെ സക്സസ് ആവുന്നുണ്ട്. അത് ഈ ക്യാപ്റ്റൻ ആയതുൾപ്പെടെ. എന്തായാലും ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളെക്കാൾ എല്ലാവരെക്കാളും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കമ്പാരിറ്റീവ്ലി ഇവരൊക്കെ ഉണ്ടാക്കുന്ന കണ്ടന്റുകളെക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് അനീഷ്. അതുകൊണ്ട് തന്നെ ബിബി ഹൗസിന് പറ്റിയ കറക്റ്റ് ഒരു മെറ്റീരിയലാണ് അനീഷ്. എന്തായാലും ഈ അടുത്തൊന്നും ഔട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാവരുടെയും ഫോക്കസ് പോകുന്നതും അനീഷിലേക്കാണ്. ഇവരെല്ലാവരും അറിയാതെ ചെയ്തു കൊടുക്കുന്നതും അനീഷിന് ആ ഒരു സ്പേസ് ആണ്. അപ്പൊ നോക്കാം, ഇന്ന് എന്തായാലും ടാസ്ക് വരുന്നുണ്ടല്ലോ. ടാസ്കിൽ എന്തായാലും അനീഷ് എന്തായാലും തകർക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പൊ അടുത്ത ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിൽ കാണാം.